1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും, സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ, കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ, സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ, കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. വടക്കാഞ്ചേരി ഓട്ടുപാറ ഡെലിസ ബാറിന് സമീപം യുവാവിനെ കുത്തേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി വടക്കാഞ്ചേരി പോലീസ്. സംഭവം നടന്ന സ്ഥലത്ത് ചൊവ്വാഴ്ച വൈകിട്ടോടെ പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും നേരിട്ടെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ NB സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തോടൊപ്പം ജില്ലാ ഫോറൻസിക് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയാണ് വിശദമായ പരിശോധന നടത്തിയത്. സംഭവ സ്ഥലത്ത് നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന പ്രതിക്കായി അന്വേഷണം വേഗത്തിലാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാത്രി 11:20ഓടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബാറിലുണ്ടായിരുന്ന വാക്കുതർക്കത്തിന് പിന്നാലെ ഡെലിസ ബാറിന് സമീപത്തെ കടയിൽ നിൽക്കുകയായിരുന്ന തെക്കുമുറി വീട്ടിൽ 30 വയസ്സുള്ള സൂരജിന് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ സൂരജിന്റെ ഇടതു കാതിന് മുകളിലും തോളിലും കവിളിലും മുതുകിലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തല ലക്ഷ്യമായുള്ള ആക്രമണം മരണത്തിന് വരെ കാരണമാകുമായിരുന്നു എന്ന് FIRൽ ചൂണ്ടിക്കാണിക്കുന്നു. പരിക്കേറ്റ സൂരജ് നിലവിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഭാരതീയ ന്യായ സംഹിത പ്രകാരം വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ ഉടൻ വലയിലാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. You are watching VCV News.